കുറെ ദിവസങ്ങളായി നമ്മുടെ മൊബൈലിൽ മുഴുവൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൂരജാണോ നല്ലത് അല്ലെങ്കിൽ ഉബൈദാണോ നല്ലത് എന്നുള്ളതാണ്. കാരണം എന്താ വെച്ചാൽ സൂരജ് വരുന്നത് കെട്ടുകളും കൊണ്ടാണ്, ഉബൈദ് വരുന്നത് 200-ൻ്റെയും 100-ൻ്റെയും 500-ൻ്റെയും കെട്ടുകൾ കൊണ്ടാണ്. ആരാണ് നല്ലത്, ആരാണ് വലിയവൻ എന്നൊക്കെയാണ് സോഷ്യൽ മീഡിയയിൽ ഇപ്പോഴത്തെ വെല്ലുവിളി. അവരെ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിലേ അവിടെ ഇളകുവടന്ന് അത്രത്തോളം PR വർക്കുകളാണ് ഇവിടെ നടക്കുന്നത്. ഇനി ഒരു സംഭവം ഞാൻ പറയാം. അതായത് ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുതിയ തരത്തിലുള്ള ഒരാളെ പറ്റിക്കൽ തന്നെയാണ്, അല്ലാതെ വേറെയൊന്നും അല്ല. അത് നിങ്ങൾ മനസ്സിലാക്കണം. ഇനി അവനവൻ്റെ സ്വന്തം പൈസ കൊടുത്ത് ചെയ്യുന്നത് കുഴപ്പമില്ല കേട്ടാ. ഇപ്പം ഈ സൂരജ് എന്ന് പറയുന്നവൻ അവൻ ആരുടെ കയ്യിൽ നിന്നും പൈസ മേടിക്കാതെ സ്വന്തമായിട്ടാണ് ചെയ്യുന്നത്. പക്ഷെ ഉബൈദ് എന്ന് പറയുന്നവൻ നിങ്ങൾക്ക് എണ്ണാൻ തരുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഇരട്ടി അവൻ വാങ്ങിക്കും. അതാണ് എനിക്ക് പറയാനുള്ളത്. അതായത് അവിടെ ഒരു ബിസിനസ്സുകാരൻ്റെ കൂർമ്മ ബുദ്ധിയുണ്ട്. ആരെ അറിയാം? മൈജി ഷാജി എന്ന് പറയുന്ന ഒരാളുണ്ട്. അയാൾ ബിസിനസ്സിൻ്റെ ഇതാണ്. അയാൾ ഒന്നും കാണാതെ ഒരുത്തിനും പൈസ കൊടുക്കത്തില്ല. അയാൾ അക്കൗണ്ടൻറ്റ് ഫോളോ ചെയ്യിക്കുകയും ചെയ്യും. വരുന്ന 5 വർഷത്തിനുള്ളിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല കടക്കാരെയും നമുക്ക് കാണാൻ കഴിയും. അതായത് അത് അയാൾ ഇതുപോലെയുള്ള സാധനങ്ങളും മറ്റേത് കൊടുത്തിട്ട് കടത്തിൽ ഉഴലുന്നവരെയാണ് നമുക്ക് കാണാൻ കഴിയുക എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇപ്പം നമുക്കൊന്നും മിണ്ടാൻ പറ്റൂല. മിണ്ടിക്കഴിഞ്ഞാൽ പറയും നീ ആരാടാ മിണ്ടാൻ, നീ അങ്ങനെ മിണ്ടാൻ പാടില്ല. പക്ഷേ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക, മൈജി ഷാജി വെറുതെ പൈസ തരത്തില്ല. മൈജി ഷാജിയുടെ പൈസയാണ് ഉബൈദ് കൊടുക്കുന്നത്. ഉബൈദിന്റെ സ്വന്തം പൈസ കൊടുത്ത കാലം ഉണ്ടായിരുന്നു. അന്ന് ഉബൈദ് നല്ല കാര്യമാണ് ചെയ്തത്. പക്ഷെ ഇന്ന് കൊടുക്കുന്നത് മൈജി ഷാജിന്റെ പൈസയാണ്. അതിൽ ഒരപകടം ഉണ്ടാകും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. അയാൾ കൃത്യമായിട്ട് ബിസിനസ് പിടിക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയാണ് ചെയ്യുന്നത്. അല്ലാതെ നിങ്ങൾ വിചാരിക്കുന്ന പോലെ നാട്ടുകാരെ നന്നാക്കാൻ വേണ്ടിയിട്ടൊന്നും മൈജി ഷാജി നിൽക്കൂലല്ലോ. അങ്ങനെയാണെങ്കിൽ മൈജി ഷാജിക്ക് വേറെ എന്തെല്ലാം പണിയുണ്ട്? അതാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ ഇതാരാണ് അതാരാണെന്ന് വിചാരിക്കുമ്പോൾ ഇത് നാട്ടുകാർ ചോദിക്കുന്നൊന്നല്ല, ഇത് ഇവരുടെ PR ടീമുകൾ ചോദിക്കുന്ന ഒരു പരിപാടിയാണ്. ഇപ്പോഴും സ്ഥിരമായിട്ട് വരുന്നതാണ്. നിങ്ങൾക്ക് ആരെയാണ് ഇഷ്ടം? അച്ചായനെയാണോ, അല്ലെങ്കിൽ പിന്നെ സൂരജിനെയാണോ, അല്ലെങ്കിൽ ഉബൈദിനെയാണോ? ഞാൻ പറഞ്ഞില്ല, ഇവരോട് ആരോടും എനിക്ക് വ്യക്തിപരമായിട്ട് ഒരു ദേഷ്യവും ഇല്ല. പക്ഷെ ഇന്ന് കാണുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതേ നാട്ടുകാർ തന്നെ കുറച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ഉബൈദിനെതിരെ നീങ്ങാനുള്ള ചാൻസും കാണുന്നുണ്ട്. നിങ്ങൾ കണ്ടോ? അതായത് ഉബൈദ് പറയുന്നില്ലേ, നിങ്ങൾ അക്കൗണ്ട് ഫോളോ ചെയ്തോ എന്ന് പറയുന്നില്ലേ? ആ ഫോളോ ചെയ്ത 100 പേരിൽ നിന്നും ഒരു 10 പേർക്കെങ്കിലും തോന്നും എന്തെന്നറിയാം, കുറച്ച് സാധനങ്ങൾക്ക് വാങ്ങിച്ചേക്കാന്ന്. അവനാണെങ്കിൽ കൃത്യമായിട്ടുള്ള വരുമാനം ഉണ്ടാവില്ല. ചിലപ്പോഴെന്ന് പറയുന്നത് മോഹിപ്പിക്കുന്ന ഓഫറുകളാണ് നമ്മുടെ നമ്പറിൽ കിട്ടിക്കഴിഞ്ഞാൽ വരുന്നത്. നിങ്ങളൊരു സൂപ്പർ മാർക്കറ്റിൽ പോയിട്ട് ഒരു സാധനം വാങ്ങിച്ചു കഴിഞ്ഞാൽ അവൻ അപ്പോൾ ചോദിക്കും നിങ്ങളുടെ നമ്പർ ഉണ്ട് ഏട്ടാ. നമ്മൾ നമ്പർ കൊടുക്കുന്നത്, പിന്നീട് നമ്മൾ അവിടെ അടിമയായി മാറുകയാണ്. കാരണം എന്താണ്? അവിടെ നമ്മളെ അങ്ങ് ഈ ഓഫറുകൾ കാണിച്ചങ്ങ് മയക്കുകയാണ് അവർ. ആ ഓഫറിൽ പോയിട്ട് നമ്മൾ പോകും. അപ്പോൾ ചോദിക്കും നിങ്ങൾക്ക് സൗകര്യം ഉണ്ടെങ്കിൽ മനസ്സിലാവും. എൻ്റെ മോനെ ഇത് ഓട്ടോമാറ്റിക്കായിട്ട് വീഴും. നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല, നമ്മളെ വീഴ്ത്തും. അതായത് നമ്മുടെ വീട്ടിലുള്ള എല്ലാവരും പറയും ഇന്ന സാധനം അവിടെ പോയാൽ ഓഫറുണ്ട്, ഇന്ന സാധനം അവിടെ ഓഫറുണ്ട് എന്ന് പറഞ്ഞിട്ട് നമ്മളെ വീഴ്ത്തും. അത് തന്നെയാണ് ഇവിടെ സംഭവിക്കാൻ പോകുന്നത്, അല്ലാതെ വേറെയൊന്നും അല്ല. അല്ലാതെ നിങ്ങൾ വിചാരിക്കുന്ന പോലെ നിങ്ങളെ നന്നാക്കാൻ വേണ്ടിയിട്ട് 10-ൻ്റെ നോട്ട് എണ്ണിക്കോ 20-ൻ്റെ നോട്ട് എണ്ണിക്കോ. ഞാൻ പറഞ്ഞല്ലോ, അയാളുടെ സ്വന്തം പൈസയാണെങ്കിലും ഓക്കെ. അയാളുടെ സ്വന്തം പൈസയാണെങ്കിൽ അയാൾക്ക് അത് ചെയ്യേണ്ട അധികാരങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതെന്ന് പറയുന്നത് മൈജിയും കൂടി അതിൻ്റെ അകത്ത് ചേർന്നപ്പോൾ അതൊരു കോർപ്പറേറ്റ് കമ്പനിയാണ്. അതാണ് നിങ്ങൾ ആലോചിക്കേണ്ടത്. അതായത് ഒരു കോർപ്പറേറ്റ് കമ്പനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം നിങ്ങൾക്കറിയാലോ, ഇപ്പം നമ്മുടെ ബോച്ചെണ്ണം തന്നെ എന്ന് പറഞ്ഞാൽ ഒരുപാട് പദ്ധതികൾ കൊണ്ടുവരുന്നുണ്ട്. ഇപ്പം ലോട്ടറി ഉണ്ടോയെന്ന് എനിക്കറിയില്ല. അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ പല പദ്ധതികളും അദ്ദേഹം കൊണ്ടുവന്നിട്ടുണ്ട്. അദ്ദേഹം ഒരുപാട് ആൾക്കാരെ അതിൻ്റെ അകത്തേക്ക് ക്യാൻവാസ് ചെയ്തിട്ടുണ്ട്. ഒരുപാട് ആൾക്കാർ ബോച്ചയെ വിശ്വസിച്ച് കയറിയിട്ടുണ്ട്. പക്ഷെ ഇന്ന് ബോച്ച എവിടെ? അതാണ് ഞാൻ ചോദിക്കുന്നത്. ഇന്ന് ബോച്ചനെ കാണാനുണ്ടോ? ബോച്ചനെ കാണാനില്ല. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഇവരെ പോലെയുള്ള ആൾക്കാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൃത്യമായിട്ട് ജനങ്ങളുടെ പൾസ് അറിയാൻ വേണ്ടിയിട്ട്, അതുപോലെ തന്നെ ജനങ്ങളെ ആ കയ്യിലെടുക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്നൊരു നമ്പറാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ സൂരജാണോ നല്ലത്, അച്ചായനാണോ നല്ലത്, ഉബൈദാണോ നല്ലത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സൂരജ് ഇതുവരെ ഞാൻ പറഞ്ഞല്ലോ അയാൾ അന്യൻ്റെ പൈസ കൊണ്ട് ചെയ്യുന്നത് കണ്ടിട്ടില്ല. പക്ഷേ ഉബൈദ് ആദ്യം ചെയ്തത് എന്ന് പറഞ്ഞാൽ സ്വന്തം പൈസ കൊണ്ടാണ്. പിന്നീടാണ് ഉബൈദ് ഈ ഒരു കമ്പനിയുമായി കൊളാബ് ചെയ്തത്. അതൊരിക്കലും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊതുജനങ്ങൾക്ക് വേണ്ടി നിങ്ങൾക്ക് 2000 നിങ്ങൾക്ക് 200-ൻ്റെ കെട്ടെടുത്ത് തരാൻ വേണ്ടിയിട്ട് അവർക്ക് ചൊറിച്ചലൊന്നുമില്ല. അവർക്ക് കൃത്യമായിട്ട് നിങ്ങളെ പൾസ് അറിയാനും നിങ്ങളെ ആ ഒരു ഷോപ്പിൽ എത്തിക്കാനും നിങ്ങളെ അവിടെ ഒരു വിടാത്ത ഒരു കടക്കാരനാക്കി മാറ്റാനുമുള്ള എല്ലാ സംവിധാനങ്ങളും അവിടെയുണ്ട്. അതായത് നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ഫ്യൂച്ചറിൽ പോയാൽ കിട്ടും. പക്ഷെ അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ കടം തരാൻ ഇവിടെ ഇഷ്ടംപോലെ ആൾക്കാരാണ്. ഇന്ന് എല്ലാ കടയിലും എന്ന് പറഞ്ഞാൽ കടം തരാൻ ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് പലപ്പോഴും എന്ന് പറഞ്ഞാൽ മലയാളികൾ ആഡംബരത്തിലും പൊങ്ങച്ചത്തിലും ജീവിച്ചിട്ട് ഇപ്പോഴും എന്ന് പറഞ്ഞാൽ കൃത്യമായിട്ട് എന്ന് പറഞ്ഞാൽ എന്താ പറയേണ്ടത്, ഗതികെട്ട ജീവിതം ജീവിക്കുകയാണ് ചില ആൾക്കാർ. ഇതിനിടയ്ക്ക് ഒരുത്തൻ പറയുന്ന കേട്ടു AC ഭയങ്കരമായ ചൊറിച്ചലിന് വേണിച്ചാന്ന്. ഇപ്പം നോക്കുമ്പോൾ അതിൻ്റെ EMI അടക്കാൻ ബാങ്കില്ല. അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ എല്ലാവരും വന്ന് തെറി പറയുകയാണ്.
ആലോചിച്ച് നോക്കണം നിങ്ങൾ. അപ്പൊ അങ്ങനെ അവരെ പോലെ ചിന്തിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. ഒരു എ സി വാങ്ങിച്ചാലോ നമുക്ക് തോന്നും, പക്ഷെ ഇത് EMI അടക്കണം, പണിയും കൃത്യമായിട്ട് ഇല്ലാത്തവനാണെങ്കിൽ ഇക്ഷ ഇമ്മ ഇന്ന വരച്ചു പോകും. അതുപോലെ തന്നെ വീട്ടിൽ ഇന്ന് ഭയങ്കരമായ ആഡംബരം കാണിക്കുന്ന ഒരുപാട് പേരുണ്ട്. പക്ഷെ ഇവർക്കൊന്നും കൃത്യമായിട്ട് വരുമാനമോ കാര്യങ്ങളോ ഒന്നുമില്ലാത്തവരായിരിക്കും. അതുകൊണ്ട് തന്നെ 200ഉം 300 എണ്ണാൻ വരുമ്പോൾ കാര്യമൊക്കെ ശരിയാണ്. പിന്നെ ഇതിനു വേണ്ടിയിട്ട് ഒരു പ്രൊമോഷൻ ഒന്നും നടത്തണ്ട, കിട്ടുന്നവർ വാങ്ങിച്ചെടുത്തോട്ടെ. അല്ലാതെ ഇതിനു വേണ്ടിയിട്ട് PR വർക്കുകൾ നടത്തിയിട്ട് ഭയങ്കരമായിട്ടുള്ള PR വർക്കുകളാണ് നടക്കുന്നത്. അതായത് ഉബൈദിനെയോ അല്ലെങ്കിൽ സൂരജിനെയോ അച്ചായനെയോ മറ്റുള്ളവരെയോ എനിക്ക് യാതൊരുവിധ പ്രശ്നവുമില്ല. അവരെന്ത് ചെയ്തു കഴിഞ്ഞാലും എനിക്ക് പ്രശ്നമില്ല, സമാധാനം സന്തോഷം മാത്രമേ ഉള്ളൂ. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഉബൈദിൻ്റെ അടുക്കുന്ന 200 രൂപ കിട്ടി കഴിഞ്ഞാൽ ആർക്കും പുളിക്കത്തൊന്നുമില്ല. പക്ഷെ ഇതിൻ്റെ അകത്തുള്ള PR വർക്കുകളെയാണ് നിങ്ങൾ തിരിച്ചറിയേണ്ടത്. അതായത് PR വർക്ക് എന്ന് പറഞ്ഞാൽ ഇപ്പം ഞാൻ പറഞ്ഞല്ലോ, എല്ലാവരും എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈ ഒരു എന്താ പറയുക ഈ സംരംഭത്തിലേക്ക് ഇറങ്ങുന്ന അല്ലെങ്കിൽ ഈ ചാരിറ്റിയിലേക്ക് ഇറങ്ങുന്ന പല ആൾക്കാരും ഇന്ന് നമുക്കറിയാമല്ലോ, ഇന്ന് പേരെടുക്കാൻ വേണ്ടി ഏറ്റവും നല്ലൊരു കാര്യം ചാരിറ്റി തന്നെയാണ്. അപ്പോൾ ഈ ചാരിറ്റിയിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ കുറേ നാൾ കഴിയുമ്പോഴേ അവരുടെ പൊടി പോലും കാണുന്നില്ല എന്ന് മാത്രമല്ല, ജനങ്ങളെല്ലാവരും അവരെ തെറി പറയുന്ന ഒരു അവസ്ഥയിലേക്കാണ് കൊണ്ടെത്തിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, അതായത് ഇവരിൽ ആരാണ് നല്ലത് ആരാണ് മോശം എന്നൊന്നും നമുക്കറിയില്ല. ആരെ കണ്ടു കഴിഞ്ഞാലും എല്ലാവർക്കും സന്തോഷമാണ്. അത് ചിലർക്ക് മാത്രമാണ് സന്തോഷം. വർഷങ്ങൾ കഴിഞ്ഞാൽ അത് ചിലർക്ക് ദുഃഖം മാത്രമായിരിക്കും എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇന്നിപ്പോഴെല്ലാവരും എന്ന് പറഞ്ഞാൽ ഈ 2 അക്കൗണ്ടും ഫോളോ ചെയ്ത് കാത്തിരിക്കുന്നതാണ്. ഈ പറയുന്ന ഞാൻ വരെ എന്ന് പറഞ്ഞ ഈ 2 അക്കൗണ്ടുകളും ഫോളോ ചെയ്ത് കാത്തിരിക്കുന്നതാണ്. കാരണം എന്താ, ഒരു 200 100 കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് പൊള്ളൂല, അത് ഉറപ്പാണ്. എവിടെയെങ്കിലും ആ പഹയനെ കണ്ടു കിട്ടിക്കഴിഞ്ഞാൽ ഒരു 200 400 നമുക്കും കിട്ടും. പക്ഷേ ഒരു കാര്യം ഞാൻ പറയുകയാണ്, ഇതൊന്നും ജെനുവിനാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് അവരുടെ ഒരു ബിസിനസ് ട്രിക്ക് മാത്രമാണ്. അതിൽ വീണ് പോയിരിക്കുകയാണ് ജനങ്ങളെ. അവരെ ഒന്നും പറയാൻ കഴിയില്ല, നമുക്ക് ഒന്നും പറയാൻ കഴിയില്ല. എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എന്ന് പറഞ്ഞാൽ നമ്മളെ ജീവിക്കാൻ പോലും പെടത്തില്ല. ഞാൻ ഇതിനിടയ്ക്ക് ഉബൈദിൻ്റെ എന്തോ ഒരു സംഭവം ചെയ്തപ്പോൾ തന്നെ എന്ന് പറഞ്ഞാൽ എനിക്ക് ഒരുപാട് ആൾക്കാർ എന്നെ നീ ആരടാ എന്നൊക്കെ പറയാൻ വേണ്ടിയിട്ട് ഒരുപാട് ആൾക്കാരുണ്ടാകും. പക്ഷേ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, വളരെയധികം ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ ഇത് നമുക്ക് തന്നെ പണി കിട്ടുന്ന ഒരു കേസ് തന്നെയാണ്. അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും ഒരു കാര്യം ചെയ്യണം, നിങ്ങൾ ഇതിൻ്റെ അകത്ത് ചേരുന്നതിലും ഇതൊന്നും ഒരു കുഴപ്പമില്ല. സാധനം എടുക്കുമ്പോൾ കടമെടുക്കുമ്പോൾ നിങ്ങൾ വളരെയധികം സൂക്ഷിക്കുക. കാരണം എന്താണെന്ന് വെച്ചാൽ ഇന്ന് കാണുന്നവരായിരിക്കില്ല കടമെടുത്ത് നമ്മൾ പോകുമ്പോൾ നമ്മൾ AC-യും ഫ്രിഡ്ജൊക്കെ വാങ്ങിക്കും, പക്ഷേ അത് പിന്നീട് EMI കെട്ടാൻ വരെ നമ്മളെ കയ്യിൽ പൈസ ഉണ്ടാവില്ല. അതുകൊണ്ടാണ് പറയുന്നത്, നിങ്ങൾ പൈസ വാങ്ങിക്കുന്നതിലോ ഇതൊന്നും ഒരു തെറ്റില്ല. പക്ഷേ ഇതൊക്കെ നിങ്ങളെ നന്നാക്കാൻ വേണ്ടിയിട്ടാണെന്ന് നിങ്ങൾ വിചാരിക്കരുത്. ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഇവരുടെ ഒരു പരസ്യത്തിൻ്റെ ഒരു ഉഡായിപ്പ് തന്നെയാണ്, അല്ലാതെ വേറെ ഒന്നും അല്ല. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഇതിൽ ആരാണ് നല്ലത് ആരാണ് മോശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളൊരു കാര്യം ചെയ്യുക. പല ആൾക്കാരും പല മാർജിൻ ഫ്രീ എന്നൊക്കെ പറഞ്ഞിട്ട് ഇവിടെ ഒരുപാട് ആൾക്കാരെ ചേർത്തിട്ടുണ്ട്. അവരോടൊക്കെ പോയി ചോദിച്ചാൽ മതി ഇതിൽ ആരെയാണ് നമ്മൾ നമ്പേണ്ടതെന്ന്. അതാണ് പറയുന്നത്. ഇവരുടെയൊക്കെ താല്പര്യം എന്ന് പറഞ്ഞാൽ കച്ചവട താല്പര്യം മാത്രമാണ്, അല്ലാതെ നിങ്ങളെപ്പോലെ പൊതുജനങ്ങൾക്ക് വന്നിട്ട് വല്ലതും കൊടുക്കണം എന്നില്ല. ഒരു താല്പര്യവും ഇങ്ങനെയുള്ള മുതലാളിമാർക്കൊന്നും ഇല്ല. ഇനി അവർ കൊടുക്കുന്നുണ്ടെങ്കിൽ അത് സക്കാത്തായിട്ട് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. നന്ദി, നമസ്കാരം. പിന്നെ ഇപ്പോഴും ഞാൻ പറയുകയാണ്, ഇതാരെയും ബേനിപ്പിക്കാനല്ല, പക്ഷേങ്കിൽ ഈ ഒരു PR വർക്ക് നിർത്തുക എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. അതായത് എന്താ പറയേണ്ടത്, നിങ്ങൾ ഏത് ഫോളോ ചെയ്തു എന്നുള്ള പരിപാടി നിർത്തുക. നന്ദി, നമസ്കാരം.